ഹേ ഗൈസ്, മേഘാലയയിലെ ഗറോ കമ്മ്യൂണിറ്റിന്റെ വില്ലേജ് എക്സ്പ്ലോർ ആക്കാൻ നമ്മ ഇറങ്ങിയത്. വെൽക്കം ബാക്ക് ടു നോർത്ത് ഈസ്റ്റ് സീരീസ് പാർട്ട് 5. ആദ്യം ഇവരെ വില്ലേജിന്റെ വലിയൊരു മാർക്കറ്റിലേക്ക് നമ്മളെ കൊണ്ടിറക്കി. ഏടെ എത്തിയപ്പോ നമ്മ മൂഞ്ചി ഞായറാഴ്ച ആയതുകൊണ്ടല്ല വന്ന്. ഇനി ഇവരെ മാർക്കറ്റ് മറ്റേ എന്ത് എടുത്തിട്ടാന്ന് അവർക്ക് ബേജറാണെന്ന് പറഞ്ഞ് 2 ബിസ്ക്കറ്റും സാധനം എടുത്തു നമ്മടന്ന്. അപ്പുറത്തൊരു കുട്ട അവന്റെ നായിനെ ഭയങ്കരത്തിൽ സ്നേഹിച്ചോണ്ട് അങ്ങനെ കുട്ട നിന്റെ പേരെന്തെന്ന് ചോദിച്ചിട്ട് എന്തോ വായിക്കൊള്ളാത്ത ഒരു പേര് പറഞ്ഞു. അങ്ങനെ ചിങ്ങാക്കും നായിക്കും ബായും കൊടുത്ത് നാം ഇറങ്ങി. ഇത് മേഘാലയയിലെ ഒരു കാടിന്റെ ഉള്ളിലുള്ള ഒരു വില്ലേജ് ആയതുകൊണ്ട് ഇവിടുത്തെ സ്കൂളും സാധനമല്ല, ഇങ്ങനെ ഫുൾ ഷീറ്റും സാധനമല്ല ഇട്ടിട്ട്. എന്തെല്ലാം പറഞ്ഞെങ്കിൽ ഇവർക്ക് ഫുട്ബോൾ എന്ന് പറഞ്ഞ പ്രാന്തം തോന്നുന്നു. അത്രയും കിടിലം കുറെ ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ. പിന്നെ എമർജൻസി ആയിട്ട് എന്തായാലും ആയെങ്കിൽ ചെറിയൊരു ഹോസ്പിറ്റലും ഉണ്ട്, ആംബുലൻസും ഉണ്ട്. മാത്രം ഈ ആംബുലൻസും കൊണ്ട് ഈ കാട് കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ ആള് മടിയാവും. അപ്പോൾ തന്നെ ഗരോ ട്രൈബിന്റെ പൊര കാണിച്ചു തരാന്ന് വെച്ച് നമ്മളെ കൊണ്ടുപോയി. അപ്പൊ ഗരോ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഗരോ ഹിൽസിന്റെ ചുറ്റുപറ്റത്തായിട്ട് ജീവിക്കുന്ന കുറച്ച് ആൾക്കാർ. പോരല്ല കാണാൻ ഒരു വേറെ തന്നെ വൈബ്, ഒരു കിടിലം കുഞ്ഞായിട്ട് ഒരു സെറ്റപ്പ് വൈബ്. CRP മായസേട്ടന് നല്ല കാര്യമായിട്ട് നോക്കുന്നുണ്ട് നാട്ടിൽ ഇങ്ങനത്തെ ഒന്ന് സെറ്റപ്പ് ആക്കിയാലോ. അപ്പോൾ തന്നെ ഈടെ ഒരു പൊര എയറിലുണ്ട്. അങ്ങനെ ഞാൻ നേരെ എയർ കയറാൻ പോയി. മൊത്തത്തിലൊരു ബാമ്പു പിടിച്ചിട്ട് ഒരു കളി, ഫുൾ ബാമ്പുലാണ് ഈ സെറ്റപ്പ് എല്ലാം ആക്കിയിട്ടുള്ളത്. ജസ്റ്റ് തുറന്നപ്പോ ഉള്ളിലൊരു കളി നടന്ന സീൻ. അപ്പനെ ഞാൻ പൂട്ടിയേനാ. ഇനി ഞാൻ കാരണം ആരെ ശല്യപ്പെടുത്താണെന്ന് വെച്ചാൽ ഞാൻ അടുത്ത തുള്ളി. അപ്പോഴത്തേന് ഞാൻ സിംഗിൾ ആണെന്ന് ഇവൻ എങ്ങനെ അറിഞ്ഞു എന്തെന്നൊന്നും അറിയില്ല. അവന്റെ ട്രൈബിലെ പെണ്ണുകളുടെ എനിക്ക് കാണിച്ചു തന്നോണ്ട് ഞാൻ പറഞ്ഞു ഞാൻ സിഗ്മ മെയിൽ, എനിക്ക് ഇങ്ങനത്തെ ഒന്നും വേണ്ടാന്ന്. ഈ ഗരോ ട്രൈബിലെ ഒരാളെന്നെ നമ്മളെ റൂബൻ ബൈ നമ്മളിവിടെ മൊത്തം കാണിച്ച. അപ്പൊ നോർത്ത് ഈസ്റ്റിൽ ഇതുപോലത്തെ നിങ്ങൾ കാണാത്ത കുറച്ച് കാഴ്ചകൾ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ എന്നെ ഫോളോ ആക്കിട്ട് വെച്ചോ.